അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി ചിക്കൻ കറി. എപ്പോഴും ചിക്കൻ വാങ്ങിയിട്ട് വന്ന ഏട്ടനാണ് കേട്ടോ അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എനിക്ക് തരാറുള്ളത്. അപ്പോൾ ഏട്ടൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി തരുമ്പോഴേക്കും ഞാൻ ഉള്ളി നേരാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഉള്ളി പൊളിക്കുമ്പോൾ എൻ്റെ കണ്ണിനൊക്കെ വെള്ളം വന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എനിക്ക് തന്നു. ഇനി അടുത്ത ടാസ്ക് വെളുത്തുള്ളി ഇഞ്ചി നേരാക്കലാണല്ലോ. ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയുടെ ഉള്ളിലോട്ട് ഒരാൾ ഓടി വന്നത്. വേറൊന്നിനുമല്ല, രസം കുടിക്കാൻ. ആ ചിരി കണ്ടില്ലേ അവളുടെ. എന്തായാലും വെളുത്തുള്ളി ഇഞ്ചി നേരാക്കാൻ ടൈം പിടിക്കും. ആ സമയം ഞാൻ എന്തായാലും ഉള്ളി വയറ്റാൻ വേണ്ടി കുക്കറിൽ വെച്ചു കേട്ടോ. അത് വയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇളക്കാൻ പറഞ്ഞിട്ട് ഒരാൾ വന്നത്. ഏട്ടന് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ആള് ഇളക്കാൻ കൂടെ വന്നു കേട്ടോ. പിന്നെ വേഗം വയറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പിട്ടത്. ഉപ്പിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കുരുമുളക് പൊടി ഇടാറുണ്ട്. കാരണം കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക മണം വരും. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് നന്നായി ഇളക്കാൻ തുടങ്ങി കേട്ടോ. ഏട്ടൻ ചിക്കൻ വാങ്ങി കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ഒരുവിധം സമയമായി. അപ്പോൾ എന്തായാലും കുക്കറിൽ വെച്ചാൽ വേഗം പണി കഴിയുമല്ലോ. അതുമാത്രമല്ല രാവിലെ 2 പേർക്കും പോകേണ്ടതല്ലേ. അങ്ങനെ ഉള്ളി നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു കേട്ടോ. ഈ ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതലും ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിക്കാണ്. പിന്നെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തു. അപ്പോഴേക്കും ഇളക്കാൻ നമ്മുടെ ഇളക്കൽ സ്പെഷ്യലിസ്റ്റ് വന്നു. പിന്നെ ഏട്ടനും കുക്കിംഗ് നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കുറേശ്ശെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഏട്ടനത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മത്. ഉപ്പിട്ടില്ലല്ലോ. കാരണം നേരത്തെ ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടതാണ്. പിന്നീട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉപ്പും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഇളക്കി സെറ്റാക്കി കൊടുത്തു. ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം വരും. എങ്കിൽ നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത്, അടി പിടിച്ചാലോ എന്ന് കരുതി ഞാൻ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി കുക്കർ അടച്ചു വെച്ചു. പിന്നെ അടുത്ത ടാസ്ക് ചോറ് തിളപ്പിച്ചു വിട്ടലാണ്. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് ചോറെല്ലാം നല്ല തണുത്തിരിക്കണം. ഉച്ചയ്ക്ക് വെച്ച ചോറല്ലേ. അങ്ങനെ അധികം വേഗത നമ്മുടെ കുക്കറിൽ നിന്ന് 3 വിസിൽ അടിച്ചപ്പോഴേക്കും ഞാൻ അത് നിർത്തി വെച്ചു. 3 വേണമെന്നില്ല, ചിലപ്പോൾ 2 വിസിലൊക്കെ മതി. അങ്ങനെ ചോറ് തിളച്ചപ്പോൾ ഞാൻ ചോറ് ഊറ്റി. ഒപ്പം തന്നെ മാവെടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ അരിഞ്ഞു വെച്ച മല്ലിയിലേക്ക് അതിൽ മുകളിലൊന്നും വെതറി കൊടുത്തപ്പോഴേക്കും നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ, എടി നമുക്കിന്ന് തന്തൂരി റൊട്ടി വാങ്ങി ഒന്ന് ട്രൈ ചെയ്താലോ. അങ്ങനെ തന്തൂരി റൊട്ടി വാങ്ങാൻ വേണ്ടി അച്ഛനും മകളും കൂടി പോയി അത് വേഗം വാങ്ങിയിട്ട് വന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബട്ടറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ നരസിംഹവും കണ്ട് ഞങ്ങളുടെ ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.